ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തേത് ഒരു കിഡിലൻ റെസിപ്പിയാണ് കേട്ടോ. ഇതൊരു ഹെൽത്തി പാസ്ത റെസിപ്പിയാണ്. അപ്പോൾ ഇത് മില്ലറ്റിൻ്റെ പാസ്തയാണ് കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഇതിൽ മൈദയൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാം കേട്ടോ. ഈ ഒരു പാസ്തയ്ക്കുള്ള ഒരു മസാല പാക്കറ്റ് കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ മസാലകളുടെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് ഇത് റെഡിയാക്കി എടുക്കാം. ഈ പാസ്ത മുഴുവനായിട്ട് തന്നെ ഞാനൊരു പാത്രത്തിലിട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. വെന്തതിന് ശേഷം നമുക്കിതൊരു അരിപ്പയിലിട്ടിട്ട് വെള്ളം ഒന്ന് ഊറ്റിക്കളയാം. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാന് അടുപ്പിൽ വെച്ചൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടെ തന്നെ 1 ടീസ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് 2 ടേബിൾ സ്പൂൺ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാട്ടെ. ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇത് ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാട്ടോ. മഞ്ഞയും റെഡും ഗ്രീനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാട്ടോ. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാവുന്നതാണ്. ക്യാപ്സിക്കം വെന്ത് കുഴയേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് പകുതി അളവിൽ വേവിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം മസാല കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരല്പം മാത്രം ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കാം. ഇതുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം വെള്ളവും ചേർക്കാവുന്നതാണ്. 1 കപ്പ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലൊരു മസാല പാക്കറ്റ് ഉണ്ടായിരുന്നില്ല. അത് മുഴുവനായിട്ട് ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ആവശ്യത്തിന് ഉപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർത്താൽ മതി. ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതേ സമയം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ പാസ്ത മസാലയിൽ നല്ല ഉപ്പുണ്ടായതുകൊണ്ട് നമ്മളിനി നോക്കിയിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ കൂടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത് ഒരുപാട് തിക്കായിട്ടിരിക്കുകയാണെന്ന് തോന്നിയാൽ കുറച്ചുകൂടി പാല് ചേർത്തൊന്ന് മിക്സാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ കുറച്ചുകൂടി പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതേ സമയം നമുക്ക് ചീസ് കയ്യിലുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അതുകൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിത് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയതുകൊണ്ട് തന്നെ പേടിക്കാതെ തന്നെ കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് സോസ് കൂടി ഒഴിച്ചിട്ട് കഴിക്കാവുന്നതാണ്. നല്ല സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.